എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. നമുക്കൊരു നമ്പർ തരും, അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം. ഇതിന് കുറച്ചൊരു ലോജിക്ക് വേണം. അത് നമുക്ക് ആ ലോജിക്ക് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് പ്രോഗ്രാമിലോട്ട് കിടക്കാം. ഓക്കെ. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, 521. അപ്പോൾ ഇതിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സം കാണുക? അതിന് ആദ്യം ഈ ഡിജിറ്റ്സിനെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്താലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. 5നെ എടുക്കണം, 2നെ എടുക്കണം, പിന്നെ 1നെ എടുക്കണം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ശ്രദ്ധിച്ചു കേട്ടോ. അതായത് നമ്മളിത് ചെയ്യുന്ന ലോജിക്ക് എന്ന് പറഞ്ഞാൽ, ഈ 521 അല്ലെങ്കിൽ നമുക്ക് തന്ന ആ നമ്പർ 10 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം, അതിൻ്റെ റിമൈൻഡറും കണ്ടുപിടിക്കണം. മനസ്സിലായോ? ബാക്കി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ നമ്പറിനെ റിമൈൻഡർ കണ്ടുപിടിക്കണം, 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ കണ്ടുപിടിക്കുന്ന സിമ്പിൾ ഇതല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെന്തായിരിക്കും റിമൈൻഡർ എന്തായിരിക്കും കിട്ടുക? ആർ. റിമൈൻഡർ ആർ എത്രയായിരിക്കും? 1 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഈ 1 എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടിയില്ലേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ ഇനിയിപ്പം ഈ 521നെ ചെയ്തിട്ട് കാര്യമില്ല, 52നെ റിമൈൻഡർ എടുക്കണം. 52ൻ്റെ റിമൈൻഡർ എടുക്കണം 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താ? അപ്പോൾ 2 കിട്ടും അല്ലേ. അപ്പോൾ എന്താ, നമുക്ക് 2 എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടി. ഇനി അടുത്ത സ്റ്റേജിൽ ഈ 5നെ ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ നോക്കണം. അതെന്താ? റിമൈൻഡർ എത്രയായിരിക്കും? റിമൈൻഡർ 5 അല്ലേ. അപ്പോൾ നമുക്ക് ഈ 3 നമ്പറും എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടി. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. നമ്മൾ ആ നമ്പറിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ വഴിയാണ് ഈ നമ്പേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദ്യം ഇത് 521 ആയിരുന്നു. പിന്നെ അടുത്ത സ്റ്റേജിൽ നമുക്ക് 521 അല്ല റിമൈൻഡർ കണ്ടുപിടിക്കേണ്ടത്, 52ൻ്റെതാ. പിന്നെ അടുത്ത സ്റ്റേജിൽ 5ൻ്റെതാ. അപ്പോൾ ഇതെങ്ങനെ നടക്കും? റിമൈൻഡർ കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഡിവൈഡും ചെയ്യണം. മനസ്സിലായോ? അതായത് 521 ഇവിടെ എഴുതാം. 521 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 52 കിട്ടുന്നത് അല്ലേ. ഇത് ഇൻറ്റീജറിലാട്ടോ ചെയ്യുന്നത്. ഫ്ലോട്ടിൽ ചെയ്യുമ്പോൾ 52.1 കിട്ടുന്നത്. ആ 1 വേണ്ട, നമുക്ക് ഇൻറ്റീജറാണ്. ഇതെല്ലാം ഇൻറ്റീജറിൽ ചെയ്യണം, ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ. ഓക്കെ. അപ്പോൾ ഈ 521നെ ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോഴാണ് നമുക്ക് 52 കിട്ടുന്നത് അല്ലേ. അതുപോലെ ഈ 52നെ ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 5 കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് മനസ്സിലായി? നമുക്ക് ആദ്യം ഈ നമ്പേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ റിമൈൻഡർ കണ്ടുപിടിക്കലാണ്. അതായത് ഓരോ പ്രാവശ്യം റിമൈൻഡർ കണ്ടുപിടിച്ച ശേഷം എന്താക്കണം? ഈ നമ്പറിനെ ഡിവൈഡും ചെയ്യണം. ഡിവൈഡ് ചെയ്താലേ ഇങ്ങനെ ഓരോന്നായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. ഇനിയിപ്പോൾ നമുക്കിനി 52 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോഴാണ്, അല്ല, ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 5 കിട്ടുന്നത് അല്ലേ. ഇനി അടുത്ത സ്റ്റേജിൽ എന്താണ്? 5 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അപ്പോഴേക്കും ഇത് സ്റ്റോപ്പ് ആവണം. അതായത് ഈ 0 കിട്ടുന്ന ആ സ്റ്റേജ് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വൈൽ ലൂപ്പാണ്. അതാണ് കുറച്ചുകൂടെ എളുപ്പം. വൈൽ ലൂപ്പിൽ തന്നെ നമ്മുടെ ഈ നമ്പറായ എന്നിന് ഓരോ പ്രാവശ്യം അപ്ഡേഷൻ വരുന്നുണ്ട് ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ. ആദ്യം 521 ആയിരുന്നു നമ്മുടെ എന്ന്, പിന്നെ ഡിവൈഡ് ചെയ്തപ്പം അത് 52 ആയി. പിന്നെ അടുത്ത പ്രാവശ്യം ഡിവൈഡ് ചെയ്തപ്പോൾ അത് n എന്ന് പറഞ്ഞത് 5 ആയി. ഇനി അടുത്ത പ്രാവശ്യം ഡിവൈഡ് ചെയ്യുമ്പോൾ അത് n എന്ന് പറഞ്ഞാൽ 0 ആവും. അപ്പോൾ n 0 ആവണ്ട, നമുക്ക് 0 ആവുന്ന കണ്ടീഷൻ വേണ്ട. അപ്പോൾ n ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് ആ കോഡ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമുക്കത് നോക്കാം. അതിൻ്റെ മുമ്പ് ഇങ്ങനെ ഓരോ പ്രാവശ്യം നമുക്ക് റിമൈൻഡർ കിട്ടി. റിമൈൻഡർ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം.
അപ്പോൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളല്ലേലും ഫസ്റ്റ് തൊട്ട് പറയുന്നത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളൊരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അല്ലേ വേണേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഐ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തത്. ആ സമ്മിൻ്റെ വാല്യൂ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്ത് 0 കൊടുത്തു, എന്നിട്ട് ഓരോ പ്രാവശ്യം ലൂപ്പ് റൺ ചെയ്യുമ്പോഴും ഇതിങ്ങനെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതേ ലോജിക്ക് തന്നെ ഇവിടെ കൊടുക്കുന്നത്. ഓരോ പ്രാവശ്യം 6 കിട്ടും, ഇവിടെ അതിന് പകരം 6 എന്നായിരിക്കും, അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു നമ്പർ തരും, അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ആ നമ്പർ ഇപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് തരുമല്ല, നമുക്ക് യൂസറുടെ കയ്യിൽ നിന്ന് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യിച്ചിട്ട് അതിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ ആ ജനറലായിട്ട് നമ്പറിന് ഞാൻ ഇൻഡ് എന്ന് കൊടുക്കുന്നു. ബാക്കി കുറേ കൊടുക്കാനുണ്ട്, അത് ഞാൻ വഴിയേ കൊടുക്കാം. ഇനി പ്രിൻ്റ് ഓഫ് എൻ്റർ യുവർ നമ്പർ സ്കാൻ ഓഫ് എന്നും പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ ആ നമ്പർ യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ചെയ്യിക്കുന്നു. അത്രയും സ്റ്റെപ്പ് എഴുതുക. പ്രിൻ്റ് ഓഫ് സ്കാൻ ഓഫ് കൊടുത്ത് നമ്മൾ ആ യൂസറുടെ കയ്യിൽ നിന്ന് ആ നമ്പർ ഇൻപുട്ട് ചെയ്യിച്ചു. ഇനി എന്താ ഞാൻ പറഞ്ഞ ഒരു വൈൽ ലൂപ്പ് തുടങ്ങണമെന്ന്. വൈൽ ലൂപ്പിൽ തന്നെ കണ്ടീഷൻ എന്തായിരുന്നു കൊടുക്കണ്ടേ, നമ്മുടെ n ഗ്രേറ്റർ ദാൻ 0. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്താ, ആ നമ്പർ, നമ്മുടെ നമ്പറായ എന്നിനെ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 10 ചെയ്ത് കിട്ടുമ്പോഴുള്ള റിമൈൻഡർ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം. ആ റിമൈൻഡറിന് ഞാനൊരു പേര് കൊടുത്തു r എന്ന്. അപ്പോൾ ഞാൻ കൊടുക്കുവാണ് r ഈക്വൽ ടു n റിമൈൻഡർ 10. മനസ്സിലായോ? ലൂപ്പിൽ ആദ്യത്തെ എക്സ്പ്രഷൻ മനസ്സിലായോ? നമ്മുടെ ആ നമ്പറിനെ റിമൈൻഡർ ചെയ്യുക. അപ്പോൾ ആ ലാസ്റ്റത്തെ ആ നമ്പർ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. ആ എക്സ്ട്രാക്ട് ചെയ്ത നമ്പറിനെ എന്ത് ചെയ്യണം, സമ്മ് കണ്ടുപിടിക്കണം. ഓരോ തവണ ലൂപ്പ് റൺ ചെയ്യുമ്പോഴും ഓരോരോ നമ്പർ എക്സ്ട്രാക്ട് ചെയ്ത് വരും. അപ്പോൾ അതിനെ സമ്മ് കിട്ടണം, എന്ത് ചെയ്യണം, സം ഈസ് ഈക്വൽ ടു സം പ്ലസ് r അല്ലേ. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ നമ്പറിനെ തന്നെ ഡിവൈഡ് ചെയ്ത് ചുരുക്കണ്ടേ, എന്നാലേ അടുത്ത പ്രാവശ്യം നമുക്ക് റിമൈൻഡർ ചെയ്യാൻ പറ്റുള്ളൂ, നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതും ചെയ്യണം. അപ്പം നമ്മുടെ n അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു 521 എന്നുള്ള ആ n അടുത്ത പ്രാവശ്യം അത് എന്തായി മാറണം, 52 ആയാലേ നമുക്ക് അടുത്ത സ്റ്റേജ് റിമൈൻഡർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 52 ആക്കണേ എന്ത് ചെയ്യണം, അതിനെ ആ 521നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതായിരിക്കും നമ്മുടെ പുതിയ n. അപ്പോൾ n അപ്ഡേറ്റ് ആയി, n ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ 10. അപ്പം ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ എന്താ കൊടുക്കാനുള്ളത്, എന്ത് ലാസ്റ്റ് നമുക്ക് എന്താ പ്രിൻ്റ് ചെയ്ത് കിട്ടേണ്ട ഈ സമ്മ, അപ്പോൾ അതും കൂടെ കൊടുക്കാം. പ്രിൻ്റ് ഇനി നമുക്ക് ഈ ആറും ഈ സമ്മും ഒക്കെ നമുക്ക് ആദ്യം ഇനീഷ്യേറ്റ് ഒക്കെ ചെയ്യണം. അപ്പം ഈ എല്ലാ സാധനവും നമ്മൾ ഇൻറ്റീജറിലാണ് ചെയ്യുന്നത്. കാരണം എന്താ, മറ്റേ ഫ്ലോട്ടിൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ 521 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 52.1. അപ്പോൾ നമുക്ക് അത് വേണ്ട, 52 മാത്രം മതി. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ ഇൻറ്റീജറിലാണ് എല്ലാ സംഭവം ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ എല്ലാം ഇൻറ്റീജറിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇൻറ്റു n ഇൻറ്റു 6 പിന്നെ സമ്മ് അതും ഒരു ഇൻറ്റീജർ. സമ്മിന് നമ്മൾ ആദ്യം 0 ഇനീഷ്യേറ്റ് ചെയ്യുന്നു, നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൻ്റെ സമ്മ് എടുത്താലോ, 521 എത്രയാ, സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 8 എന്ന് കിട്ടണം. കിട്ടുന്നുണ്ടോ നോക്കാം. 521 കിട്ടിയില്ലേ, ദ സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 8. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ ഇതൊന്ന് പറയാം. ഓക്കെ, നമ്മൾ ഇതിൽ വൈൽ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്, കാരണം അതാണ് കുറച്ചുകൂടെ എളുപ്പം. നമ്മൾ 4 ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പാടായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളൊരു നമ്പറുണ്ട്, ആ നമ്പറിനെ നമുക്ക് ഓരോ ഡിജിറ്റും എക്സ്ട്രാക്ട് ചെയ്താണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു നമ്മുടെ ലോജിക്ക് എന്ന് പറയുന്നത് അതിൻ്റെ റിമൈൻഡർ ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ കിട്ടുന്ന
റിമൈൻഡർ നോക്കുക. അപ്പോൾ നമുക്കൊരു നമ്പറിനെ ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ആ ലാസ്റ്റത്തെ ആ ഒരു ഡിജിറ്റ് നമുക്ക് കിട്ടി. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ ആ നമ്പറിനെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 521 ആണെങ്കിൽ ആ 521 റിമൈൻഡർ ചെയ്യുമ്പോൾ ആ 1 ആണ് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുക. ഇനി അടുത്ത സ്റ്റേജിൽ നമുക്ക് ആ 2 എക്സ്ട്രാക്ട് കിട്ടണമെങ്കിൽ 52 ചെയ്യണം. അപ്പോൾ 52 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതേ നമ്പർ നമ്മൾ ഡിവൈഡും കൂടി ചെയ്യണം. അതാണ് ഈ എന്നിനെ അപ്ഡേറ്റ് ചെയ്തു. നമ്മൾ 521 അപ്ഡേറ്റ് ചെയ്തു. എങ്ങനെ? 521/10. അപ്പോൾ അത് 52 ആയി. ആ 52ലാണ് ഇനി അടുത്ത റിമൈൻഡർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു റിമൈൻഡർ കിട്ടും. അതിവിടെ സം ഈസ് ഈക്വൽ സം പ്ലസ്, ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓരോ പ്രാവശ്യം കിട്ടുന്ന സമ്മിനെ ആഡ് ചെയ്യും. ആദ്യത്തെ സമ്മിൻ്റെ വാല്യൂ 0, പിന്നെ ഓരോ പ്രാവശ്യവും റിമൈൻഡർ ഇങ്ങനെ വരും, അത് ഇതിലോട്ട് ആഡ് ചെയ്യപ്പെടും. അടുത്ത പ്രാവശ്യം വീണ്ടും ഇത് ചുരുങ്ങും. എവിടെ വരെ ചുരുങ്ങും? ലാസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 0 ആവും. 0 ആവുന്നത് നമുക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ n > 0 ആക്കുന്നത് ഇവിടെ വൈലിൽ. ഓക്കെ.